നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഭൂമി പിളർത്തുന്ന ആക്രമണങ്ങളുമായി ഇസ്രയേൽ മുന്നേറുമ്പോഴും ഇപ്പോഴും തിരിച്ചടിക്കുകയാണ് ഇറാൻ. ഇറാന്റെ കയ്യിലുള്ള വിശാലമായ മിസൈൽ ശേഖരമാണ് അതിനവരെ സഹായിക്കുന്നത്. ഇപ്പോഴിതാ ലോകത്തിന് മുന്നിൽ ഒരു വിസ്മയം തുറന്നിട്ടിരിക്കുന്നു ഇറാൻ. ഭൂമിക്കടിയിൽ വിശാലമായി കിലോമീറ്ററുകളോളം ദൈർഘ്യമുള്ള ഒരു മിസൈൽ നഗരമാണ് ലോകത്തിന് ഇറാൻ കാട്ടിക്കൊടുക്കുന്നത്. ഡ്രോണുകളും റോക്കറ്റുകളും നിറഞ്ഞ തുരങ്കങ്ങളുടെ വിശാലമായ ഭൂഗർഭ ശൃംഖല. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സുമായി അടുത്ത ബന്ധമുള്ള ഫാർസ് ന്യൂസ് ഏജൻസിയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ മിസൈലുകളുടെയും ഷാഹിദ് ഡ്രോണുകളുടെയും നീണ്ട നിരകൾ കാണാം. ഈ ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു ക്ലോക്കിന്റെ ടിക് ടിക് ശബ്ദം. അവരുടെ വില കുറഞ്ഞ വലിയ ആയുധശേഖരത്തിന്റെ വ്യാപ്തി കാണിക്കാൻ നാടകീയമായ ഡ്രോൺ ദൃശ്യങ്ങളാണ് ഇറാൻ പുറത്തുവിട്ടത്. ഒരു ഫോട്ടോയിൽ മരിച്ചുപോയ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി ഡ്രോണുകളുടെ വൻ ആയുധശേഖരത്തിലേക്ക് നോക്കി നിൽക്കുന്ന ചിത്രം. ഭൂമിക്കടിയിൽ വലിയ പാറ തുരന്നെടുത്താണ് ഈ ഭൂഗർഭ ശൃംഖല സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിൽ നിരവധി ഇറാനിയൻ പതാകകൾ തൂങ്ങിക്കിടക്കുന്നു. ഷാഹിദ് ഡ്രോൺ ലോഞ്ചറുകൾ വഹിക്കുന്ന നിരവധി കണ്ടെയ്നറുകൾ. ഈ കണ്ടെയ്നറുകളിൽ അടുക്കി വച്ചിരിക്കുന്നത് വില കുറഞ്ഞ ഡ്രോണുകൾ. എന്തുകൊണ്ടാണ് ഈ ദൃശ്യത്തിന് കൂടുതൽ പ്രാധാന്യം ലോകം കൽപ്പിക്കുന്നത്? ഈ ഡ്രോണുകളുടെ നിർമ്മാണ ചെലവ് വെറും $10,000 മാത്രം. നിർമ്മാണത്തിനാവട്ടെ വളരെ കുറച്ച് സമയം മാത്രമേ എടുക്കൂ. ചുരുക്കത്തിൽ ശത്രുക്കൾക്ക് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ ഇപ്പോഴും ഗണ്യമായ ശേഷി തങ്ങൾക്കുണ്ട് എന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ് ഇറാൻ. 80,000 മുതൽ 1,00,000 വരെ ഷാഹിദ് ഡ്രോൺ ഫ്ലീറ്റ് ഇറാന് സ്വന്തമായുണ്ട്. ഡ്രോൺ നിർമ്മാണത്തിന് ചിലവ് വരുന്നത് വെറും $10,000 മാത്രം. പ്രതിമാസം 500-ലധികം ഡ്രോണുകൾ നിർമ്മിക്കാൻ ഇറാന് കഴിയും. സമാനമാണ് വില കുറഞ്ഞ ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണ രീതിയും. അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിന്റെ കയ്യിലുള്ള ഇന്റർസെപ്റ്ററുകളുടെ എണ്ണം കണക്കുകൂട്ടിയിരിക്കുന്നത് 5,000 മുതൽ 8,000 വരെ. ചുരുക്കത്തിൽ 1,00,000 ഡ്രോണുകൾ നിങ്ങൾ എങ്ങനെ നേരിടും എന്ന ചോദ്യമാണ് മറുവശത്തെ ദൃശ്യങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച് ഇറാൻ ചോദിക്കുന്നത്. UAE, ബഹ്റൈൻ, ഖത്തർ തുടങ്ങി ഒട്ടുമിക്ക GCC രാജ്യങ്ങളുടെ പക്കലുമുള്ളത് നാമമാത്ര ഇന്റർസെപ്റ്ററുകൾ മാത്രം. ഇന്റർസെപ്റ്ററുകളുടെ ശേഷി വലിയ തോതിൽ കുറയുന്നു. വീണ്ടും ഇത്തരം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കണമെങ്കിൽ അമേരിക്ക കനിയണം. ഒപ്പം അമേരിക്കയ്ക്ക് വലിയ വിലയും നൽകേണ്ടി വരും. അമേരിക്കയും സഖ്യകക്ഷികളും ഉപയോഗിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനം വളരെ ചെലവേറിയതാണ്. കണക്കുകൂട്ടി കളിക്കുകയാണ് ഒരു വശത്ത് ഇറാൻ. അതുകൊണ്ട് തന്നെ ഏറ്റവും ഭയാനകമായ ആക്രമണം മാത്രമേ ഇനി ഇസ്രായേലിനും അമേരിക്കയ്ക്കും മുന്നിലുള്ളൂ. പോർവിമാനങ്ങളുടെ വലിയ നിര ഇറാൻ ആകാശത്തെത്തിച്ച് ഭൂമിയെ പിളർക്കുന്ന നേരിട്ടുള്ള ആക്രമണങ്ങൾ. അതിൻ്റെ തുടക്കം നമ്മൾ ഇന്നലെ കണ്ടു. ഇസ്രയേൽ ഇന്നലെ ടെഹ്റാനിൽ നടത്തിയത് അതിക്രൂരമായ കാർപ്പറ്റ് ബോംബിംഗ്. അമേരിക്കയ്ക്കും ഇസ്രയേലിനുമൊക്കെ മിസൈൽ നിർമ്മാണത്തിന് ചെലവ് വരുന്നത് ഭാരിച്ച തുക. ഇറാന്റെ നിർമ്മാണ ചെലവുമായി തട്ടിച്ചു നോക്കുമ്പോൾ 5 മടങ്ങ് ചെലവാണ് അമേരിക്കയുടേത്. ഒരു താഡ് മിസൈൽ ബാറ്ററിക്ക് ഏകദേശം $13 മില്യൺ ചെലവ് വരും. അമേരിക്കയെ സംബന്ധിച്ച് ചെറു ഡ്രോണുകൾ വെടിവെച്ചിടാൻ വലിയ ചെലവുള്ള ഇന്റർസെപ്റ്ററുകൾ കൂടിയേ തീരൂ. യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഇറാൻ തൊടുത്ത മിസൈലുകളുടെയും ഡ്രോണുകളുടെയും 92% UAEയും മറ്റ് GCC രാജ്യങ്ങളുമൊക്കെ വെടിവെച്ച് വീഴ്ത്തി. UAEയിൽ വിക്ഷേപിച്ച 541 ഡ്രോണുകൾക്കായി ഇറാൻ $11 മില്യൺ ചെലവഴിച്ചത്. എന്നാൽ ഇന്റർസെപ്റ്ററുകൾക്ക് ഒരു ഡ്രോണിന് ശരാശരി 5 ലക്ഷം മുതൽ $1.5 ബില്യൺ വരെ ചെലവായി. ഇറാൻ തൊടുത്ത ഡ്രോണുകളിൽ 506 എണ്ണം UAE വെടിവെച്ച് വീഴ്ത്തി. UAEയുടെ ഡ്രോൺ പ്രതിരോധ ചെലവ് $253 മില്യൺ മുതൽ $759 മില്യൺ വരെ. ഇറാൻ ആക്രമിക്കാൻ ചെലവഴിച്ചതിനേക്കാൾ 30 മടങ്ങ് കൂടുതൽ UAE ചെലവഴിച്ചു. ഗൾഫ് രാജ്യങ്ങളെ സാമ്പത്തിക കെണിയിൽ അകപ്പെടുത്തുകയാണ് ഡ്രോൺ ആക്രമണങ്ങളിലൂടെ ഇറാൻ ആദ്യം ലക്ഷ്യമിടുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉടൻ നശിക്കുമെന്നും തുടർന്ന് അമേരിക്കയ്ക്ക് മേൽ അവർ വലിയ സമ്മർദ്ദം ചെലുത്തും യുദ്ധം അവസാനിപ്പിക്കാനെന്നുമാണ് ഇറാൻ കണക്കുകൂട്ടുന്നത്. നിലവിലെ നിരക്കുകൾ തുടർന്നാൽ 3-4 ദിവസത്തിനുള്ളിൽ ഇന്റർസെപ്റ്ററുകളുടെ ശേഖരം തീരും. യുദ്ധത്തിന്റെ തുടക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വെളിപ്പെടുത്തിയത് 4 ദിനങ്ങൾ മാത്രമേ ഈ യുദ്ധം നീണ്ടു നിൽക്കൂ എന്ന്. അപ്പോൾ UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ കണക്കുകൂട്ടി തങ്ങളുടെ പക്കൽ ആവശ്യത്തിനുള്ള ഇന്റർസെപ്റ്ററുകളുണ്ട്. എന്നാൽ യുദ്ധം 1 മാസമോ പല മാസമോ നീണ്ടുപോയേക്കാം എന്ന ഭയാശങ്കകൾ വർദ്ധിക്കുമ്പോൾ GCC രാജ്യങ്ങൾക്കിടയിൽ അസ്വസ്ഥതയും പുകയുന്നു.
മറുവശത്ത് അവർക്ക് ആത്മവിശ്വാസം ഇസ്രയേൽ പകരുന്നത് അതിശക്തമായ ആക്രമണത്തിലൂടെ ഉടൻ ഇറാനെ നിലംപൊത്തിക്കുമെന്ന പ്രഖ്യാപനത്തിലും. സൗദി അറേബ്യയിലെ അമേരിക്കൻ എംബസിയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ US കോൺസുലേറ്റുമൊക്കെ ചൊവ്വാഴ്ച ഡ്രോൺ ആക്രമണത്തിന് വിധേയമായി. ഇറാൻ ഇതിനകം 500-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും 2000-ലധികം ചെറു മിസൈലുകളും വിക്ഷേപിച്ചിട്ടുണ്ട് എന്ന കണക്കുകളാണിപ്പോൾ പുറത്തുവരുന്നത്. US സെൻട്രൽ കമാൻഡ് മേധാവി US നേവി അഡ്മിറൽ ബ്രാഡ് കൂപ്പറാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 2003 അന്ന് ഇറാഖ് യുദ്ധം തുടങ്ങിയപ്പോൾ അമേരിക്ക ഉപയോഗിച്ചതിൻ്റെ ഇരട്ടി ആയുധങ്ങൾ ആദ്യം 3 ദിനം ഇറാനെതിരെ പ്രയോഗിച്ചുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇത്രയധികം ആയുധങ്ങൾ ഉപയോഗിച്ച് അതിശക്തമായ ആക്രമണം ഇറാന് നേർക്ക് നടത്തിയിട്ടും അവർക്കിപ്പോഴും ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് പ്രത്യാക്രമണം നടത്താൻ കഴിയുന്നു. ഞങ്ങൾ ഇതിനകം 2000-ഓളം ലക്ഷ്യങ്ങൾ ആക്രമിച്ചുവെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഗുരുതരമായി തകർത്തു. ഇറാന്റെ 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾ തവിടുപൊടിയാക്കി. നിരവധി ഡ്രോണുകൾ നശിപ്പിച്ചു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്നിട്ടും ഭൂഗർഭറയിൽ ഇപ്പോഴും സുരക്ഷിതമായിരിക്കുന്ന മിസൈലുകളും ഡ്രോണുകളും. ഇന്റർസെപ്റ്ററുകളുടെ അഭാവം യുദ്ധത്തിൽ തങ്ങൾക്ക് വിനയാകുമോ എന്ന് അമേരിക്കയും ഇസ്രായേലും ഭയപ്പെടുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ഫ്രാൻസിന്റെ എൻട്രി. UAE ലക്ഷ്യമിട്ട ഇറാൻ ഡ്രോണുകളെ റഫാൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടു. സഖ്യരാജ്യങ്ങളെ സംരക്ഷിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഫ്രാൻസ് വിദേശകാര്യമന്ത്രി പറയുന്നു. എത്ര ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്ന് ഫ്രാൻസ് വ്യക്തമാക്കുന്നില്ല. സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ലാഹോർ, കറാച്ചി കോൺസുലേറ്റുകളിലെ അത്യാവശ്യ വിഭാഗത്തിലല്ലാത്ത ജീവനക്കാരോടും കുടുംബാംഗങ്ങളോടും രാജ്യം വിടാൻ US നിർദ്ദേശിച്ചു. തെരഞ്ഞെടുക്കാൻ പോകുന്ന ഇറാൻ പരമോന്നത നേതാവിന്റെ പേര് പുറത്തുവിടാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത ഇറാനിൽ നിന്ന് പുറത്തേക്ക് വന്നു. അതിന് തൊട്ടുപിന്നാലെ പുതിയ പരമോന്നത നേതാവ് തന്നെയാവും തങ്ങളുടെ അടുത്ത ഇര എന്ന് കൃത്യമായി ഇസ്രായേൽ വ്യക്തമാക്കി. ഇസ്രായേലിനെ നശിപ്പിക്കാനും അമേരിക്കയും സ്വതന്ത്ര ലോകത്തെയും ഭീഷണിപ്പെടുത്താനും ഇറാനിയൻ ജനതയെ അടിച്ചമർത്താനുമുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോയാൽ ഇറാനിലെ ഭീകര ഭരണകൂടം നിയമിക്കുന്ന ഏതൊരു നേതാവും വധിക്കപ്പെടാനുള്ള ലക്ഷ്യമായിരിക്കും ഞങ്ങൾക്കെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്. ഇന്റർസെപ്റ്ററുകളുടെ കാര്യത്തിൽ വലിയ കുറവ് വരുമോ എന്ന ഭയാശങ്കകൾക്കിടയിലാണ് അപ്രതീക്ഷിതമായി ഫ്രാൻസിന്റെ ഇടപെടൽ. റഫാൽ വിമാനങ്ങൾ ഉപയോഗിച്ച് മിസൈലുകളും ഡ്രോണുകളും വെടിവെച്ച് തീർക്കാം എന്ന് ഫ്രാൻസ് ആത്മവിശ്വാസം കൊടുക്കുന്നു അമേരിക്കയ്ക്ക്. ടെഹ്റാന്റെ ആകാശത്ത് ഒരു ഡോഗ് ഫൈറ്റ്. ഒടുവിലിതാ ഇസ്രായേലി F-35 ഒരു ഇറാനിയൻ ജെറ്റ് വെടിവെച്ച് വീഴ്ത്തുന്നു. നടുക്കുന്ന പല വാർത്തകളും ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇപ്പോഴിതാ ശ്രീലങ്കൻ തീരത്ത് ഇറാനിയൻ കപ്പലിന് നേരെയുണ്ടായ ഒരു അന്തർവാഹിനി ആക്രമണം. ഈ ആക്രമണത്തിൽ 101 പേരെ കാണാതായി, 78 പേർക്ക് പരിക്കേറ്റു. ശ്രീലങ്കൻ നാവികസേനയും പ്രതിരോധ മന്ത്രാലയവും ഇപ്പോൾ പുറത്തുവിട്ട കണക്കുകളാണിത്. മുങ്ങിക്കൊണ്ടിരുന്ന ഇറാനിയൻ കപ്പലിലെ 30 പേരെ ശ്രീലങ്കൻ സൈന്യം രക്ഷപ്പെടുത്തിയതായി ശ്രീലങ്ക പറയുന്നു. ടെഹ്റാനിൽ ഇപ്പോൾ സമാനതകളില്ലാത്ത ആക്രമണങ്ങൾ തുടരുകയാണ് ഇസ്രായേൽ. വ്യോമ പ്രതിരോധങ്ങൾ തകർന്ന നിലയ്ക്ക് പോർജെറ്റുകൾ ഉപയോഗിച്ച് ആകാശത്ത് നിന്ന് കനത്ത ബോംബാക്രമണമാണ് ഇസ്രായേൽ തുടരുന്നത്. ടെഹ്റാന്റെ വലിയൊരു ഭാഗം ഇതിനകം തന്നെ തകർത്ത് തരിപ്പണമായി. എന്നിട്ടും ഒരുവിധ സമ്മർദ്ദങ്ങൾക്ക് മുന്നിലും വഴങ്ങുന്നില്ല ഇറാൻ. ഇസ്ഫഹാനിലെയും ഷിറാസിലെയും ഇറാനിയൻ സൈനിക താവളങ്ങൾ ഇസ്രായേൽ വ്യോമസേന ഇന്നലെ രാത്രി ആക്രമിച്ച് തകർത്തു. യുദ്ധം 4ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ ഇരുപക്ഷത്തെയും ക്ഷീണിപ്പിക്കുന്ന ഒന്നായി യുദ്ധം മാറിയിരിക്കുന്നു. ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങൾ ബഹ്റിൻ മുതൽ UAE വരെയുള്ള അമേരിക്കയുടെയും സഖ്യ കക്ഷികളുടെയും പ്രതിരോധത്തെ സമ്മർദ്ദത്തിലാഴ്ത്തുന്നു. ഒരു വശത്ത് GCC രാജ്യങ്ങളുടെ ആയുധശേഷിയെ വല്ലാതെ ബാധിക്കുന്നു ഈ യുദ്ധം. ആരുടെ ആയുധങ്ങൾ ആദ്യം തീരും എന്നത് സംബന്ധിച്ച് ശക്തമായ ചർച്ചകൾ ലോകത്ത് തുടങ്ങിക്കഴിഞ്ഞു. ഷാഹിദ് 136 എന്ന ഇറാന്റെ ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളുമാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ ഇറാൻ തൊടുക്കുന്നത്. ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ, പ്രിസിഷൻ ഗൈഡഡ് ബോംബുകൾ എന്നിവയുടെ ഒരു പെരുമഴ അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ പെയ്യിക്കുന്നു. ഇറാന്റെ ആക്രമണങ്ങളിൽ 90% പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും കഴിയുന്നു എങ്കിലും ഇറാന് ഇത്തരം പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നടിഞ്ഞ നിലയിലാണ്. യുദ്ധത്തിന്റെ 4ാം ദിവസവും വീറോടെ നിൽക്കുകയാണ് ഇറാൻ. മറുവശത്ത് ഭൂമി തുരന്നെടുക്കുന്ന ആക്രമണങ്ങളുമായി ഇസ്രായേൽ കുതിക്കുന്നു. യുദ്ധമേഖലയിൽ തീമഴ പെയ്യുന്ന കാഴ്ചയാണ് പലപ്പോഴും നമ്മെ ഭീതിയിലാഴ്ത്തുന്നത്. ഇപ്പോഴിതാ ഈ യുദ്ധത്തിൽ ആദ്യമായി ഒരു ഡോഗ് ഫൈറ്റിൽ ഒരു ഇസ്രായേലി F-35 വിമാനം ഒരു ഇറാനിയൻ യാങ്ക് 130 വെടിവെച്ചിട്ടുവെന്നാണ് IDF പറയുന്നത്. 1990കളിലാണ് റഷ്യൻ നിർമ്മിത
യാഗ്-130 ഉൽപ്പാദനം ആരംഭിച്ചത്. കൂടുതൽ നൂതനമാണ് റഷ്യൻ Su-57. IDF ആക്രമണം നടത്തുമ്പോൾ 2 യുദ്ധവിമാനങ്ങൾ, ഒന്ന് F-4ഉം ഒന്ന് F-5ഉം റൺവേയിൽ നിന്ന് പറന്നുയരാൻ ശ്രമിക്കുന്നു. അമേരിക്കയും ഇസ്രയേലും ടെഹ്റാനിലും ഇറാനിലുമൊക്കെ നടത്തുന്നത് ഒരു ക്ലോസ് റേഞ്ച് സ്റ്റാൻഡ്-ഇൻ ആക്രമണങ്ങളാണ്. അവയെ ചെറുക്കാൻ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ആകാശത്ത് ചെറുക്കൽ ആക്രമണങ്ങൾക്കാണ് ഇപ്പോൾ ഇറാൻ തുനിഞ്ഞത്. അതിനിടയിലാണ് ഡോഗ് ഫൈറ്റിൽ ഇറാന്റെ പോർജെറ്റിനെ വെടിവെച്ച് വീഴ്ത്തിയത് ഇസ്രയേൽ. സംഘർഷത്തിന്റെ ആദ്യ 2 ദിവസങ്ങളിൽ ഇസ്രയേലും US-ഉം ടെഹ്റാന്റെ ആകാശത്ത് വ്യോമ മേധാവിത്വം സ്ഥാപിച്ചു. അവിടെ അവർക്ക് സ്റ്റാൻഡ്-ഇൻ ആക്രമണങ്ങൾ നടത്താനുള്ള സാധ്യത തെളിഞ്ഞിരുന്നു. ഇവിടെയാണ് കൂടുതൽ ഡ്രോണുകളും ആക്രമണ വിമാനങ്ങളും ഉപയോഗിച്ച് ആകാശത്തിന്റെ മേധാവിത്വം വീണ്ടെടുക്കാൻ ഇറാൻ പോരാട്ടം തുടങ്ങിയത്. ഇസ്രയേലിന്റെ പോർവീര്യത്തിന് മുന്നിൽ ഇറാൻ ജെറ്റിനൊടുവിൽ കീഴടങ്ങേണ്ടി വന്നു. ഏറെ സങ്കീർണമാണ് ഈ യുദ്ധം. അതുകൊണ്ട് തന്നെ യുദ്ധം എത്ര കാലം നീണ്ടു നിൽക്കും എന്ന് പറയാൻ കഴിയില്ല. ആക്രമണങ്ങൾ ഏതു തലത്തിൽ തങ്ങളുടെ രാജ്യത്ത് ദുരന്തം വിതച്ചാലും തിരിച്ചടിക്കും എന്ന വാശിയിൽ വീറോടെ നിൽക്കുകയാണ് ഇറാൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.